നമസ്കാരം. വ്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരുവും മഹാത്മാ അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയും കുമാര ഗുരുദേവനും അയ്യാ വൈകുണ്ഠസ്വാമിയും അടങ്ങുന്ന വലിയൊരു നിര, നവോത്ഥാന നായകരുടെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ വലിയൊരു നിര, അവർ അണിയിച്ചൊരുക്കിയ, അവർ രൂപം കൊടുത്ത ഒരു മനോഹര കേരളം. ആ കേരളത്തിലെ ചരിത്രത്തിൽ ചില വേദനകൾ എഴുതി വെച്ചിട്ടുണ്ട്. വർഗീയ സംഘർഷങ്ങൾ എന്ന പേരില് പൂന്തുറയിലും മാറാടും മറ്റും വീണ ചോരകള്, 1921 കലാപം, ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ കേരളം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മുന്നോട്ട് പോകുന്നു. അവരുടെ വേദനകളെല്ലാം കുഴിവെട്ടി മൂടി ശക്തിയിലേക്ക് കുതികൊള്ളുന്ന കേരളം. ആ കേരളത്തിൽ ഇനിയും ഒരു വർഗീയ കലാപം ഉണ്ടാകുമോ? നമ്മളിന്ന് അന്വേഷിക്കുന്നത് കേരളത്തിന്റെ ഈ മലയാള മണ്ണിൽ, മനോഹരമായ മലയാള മണ്ണിൽ ഇനിയൊരു മതസംഘർഷം ഉണ്ടാവുമോ എന്നാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ കുറിച്ച് അറിയാം. ആ നാട്ടുകാരനാണ് ഞാൻ. ഉരുൾപൊട്ടലുണ്ടായി. പുലർച്ചെ രക്ഷാപ്രവർത്തകര് ഓരോ മൃതദേഹങ്ങളും എടുത്തു കൊണ്ടുവരുമ്പോ മണ്ണിൽ പുതഞ്ഞ ആ മൃതദേഹങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആണോ എന്ന് നോക്കുവാൻ വേണ്ടി അവരെ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ആ മൃതദേഹങ്ങളുടെ മുഖത്തെ ചളി മാറ്റി നോക്കി അവരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് നോക്കിയ വ്യക്തികളുടെ ഒരാളാണ് ഞാൻ. നമ്മുടെ വേണ്ടപ്പെട്ടവരാണോ എന്നറിയാൻ. പക്ഷെ ഒരു മനുഷ്യനെയും എത്ര വേണ്ടപ്പെട്ടവരായും ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന ഉറ്റ കൂട്ടുകാർ വരെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഒരു കുറച്ചു നേരം മണ്ണിൽ പുതഞ്ഞപ്പോഴേക്കും മനുഷ്യൻ വെറും മാംസകഷ്ണങ്ങൾ മാത്രമായി, തിരിച്ചറിയാനാവാത്ത വിധം. അതാണ് മനുഷ്യൻ. ആ മനുഷ്യനാണ് മതങ്ങളുടെ പേരിൽ ഒന്ന് തിരിച്ചറിയാൻ പോലും ആവാത്ത വിധം ഒരു ദുരന്തം അവരെ അങ്ങനെയാക്കി. അതനുഭവിക്കുന്ന മനുഷ്യർ തന്നെയാണ് മതങ്ങളുടെ പേരിൽ കൊല്ലാനും വെട്ടാനും നടക്കുന്നത്. നമ്മൾ അന്വേഷിക്കുകയാണ് ഇനിയൊരു വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടാകുമോ എന്ന്. ഒരുപാട് കലാപങ്ങളൊക്കെ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്, അതുപോലെ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലം സമീപഭാവിയിൽ ഉണ്ടായിട്ടുള്ള മാറാട് കലാപം, സമീപകാലത്തിലെ മാറാട് കലാപം, പൂന്തുറ കലാപം പോലെ കുറച്ചു കാലം മുമ്പ്, ഒരു നൂറ്റാണ്ടിന് മുമ്പുണ്ടായ ഒരു കൃത്യമായിട്ടുള്ള ഒരു നൂറ്റാണ്ട്, 100 വർഷം തികയാണ് ഇതിന്. 1921 കലാപം 100 വർഷം കഴിഞ്ഞു. അതുപോലെ കലാപം, അത്തരം ഒരു കലാപത്തിന് ഇനി കേരളത്തിന്റെ മണ്ണിൽ, നമ്മുടെ ഈ മലയാള മണ്ണിൽ സാധ്യത ഉണ്ടോ? സാധ്യതയില്ല. അത് ആഗ്രഹിക്കുന്ന ശക്തികൾ കേരളത്തില് തലപൊക്കാതിരിക്കുന്നുണ്ട്. അപ്പൊ അവര് എപ്പോഴെങ്കിലും തലപൊക്കുമ്പോൾ അതിന് തുടക്കം കുറിക്കേ. ഷാജിമോൻ പോപ്പ് പറഞ്ഞ മാറാട് കലാപം എന്ന് പറഞ്ഞുകൂടാ, ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. റിയാക്ഷൻ ഉണ്ടായില്ല. റിയാക്ഷൻ എന്ത്? അതില് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിൽ ഇനിയൊരു വർഗീയ കലാപം ഉണ്ടാവില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം, അവർ പറയാനുള്ള, ഓരോ വ്യക്തിക്ക് പറയാനുള്ള ഒരു ഇടമാണ് സോഷ്യൽ മീഡിയ. അതിൽ പറഞ്ഞു തീരുക എന്നുള്ളത്, നമ്മൾ പണ്ട് പറയില്ലേ, കഴുതക്കാമം കരഞ്ഞു തീർക്കുക, അത് മാത്രമേ സംഭവിക്കുള്ളൂ. ഒന്നാമതായിട്ട് കേരളത്തിലെ 90% ആളുകൾക്കും നഷ്ടപ്പെടാനുണ്ട്. നഷ്ടപ്പെടാനുണ്ട്. ഈ നഷ്ടപ്പെടാനുള്ള ആളുകൾ, അവരുടെ സമ്പത്താണ് അവർക്ക് നഷ്ടപ്പെടാനുള്ളത്. അവരുടെ മക്കളെ ഭാവിയെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കലാപത്തിലേക്ക് അവർ പോവില്ല. ഫിസിക്കലി ഒരു കലാപം ഉണ്ടാവുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ആശയ സംവാദങ്ങളും സംഘടനകളും സംഘർഷങ്ങളും ഉണ്ടാവും, ആശയതലത്തിലുണ്ടാവും. അത് വളരെ മലീമസമായി നമുക്ക് തോന്നും ഏത് സമയം പൊട്ടിത്തെറിക്കുമെന്ന്. പക്ഷെ കേരളം പോലെ ഒരു ഉയർന്ന സമൂഹത്തിൽ ഒരിക്കലും കായികമായ ഒരു കലാപ സാധ്യത ഇല്ല എന്നാണ് ഞാൻ തീർത്ത് വിശ്വസിക്കുന്നത്. അങ്ങനെ നമ്മുടെ മലയാള മണ്ണ് ഇങ്ങനെ മനോഹരമായി ജീവിക്കാൻ വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റിയത് ഒരുപാട് പേരുടെ സംഭാവനകളുണ്ട്. അക്കാര്യത്തിൽ നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കള്, നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള്, അതിൽ തന്നെ CPM-ന്റെ അഭിവന്ദ്യ നേതാവായിട്ടുള്ള പ്രഭാകരേട്ടൻ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം.
പിന്നെ പരശുരാമ മഴ എറിഞ്ഞത് കൊണ്ടും ശ്രീനാരായണ ഗുരു, ഞാൻ അവരെയൊന്നും തള്ളിക്കളയുന്നില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതാണ് എന്ന് പറഞ്ഞതിലാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല, അതൊരു കാരണമല്ലെന്നാണ് ഞാൻ. കാരണം പല ഘടകങ്ങളിലൊന്ന് അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ കേരളം ഈ രൂപത്തിലേക്ക് വരുന്നതിന് ഭൂപരിഷ്കരണ ബില്ല് മുഖ്യ കാരണമാണ്. കാരണം ലാൻഡ് ലോഡ്സിനെ സൃഷ്ടിച്ച സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്ന് പിന്നെ ഭൂമിക്ക് പരിധി നിശ്ചയിച്ച് ആ ഭൂമി സാധാരണക്കാരനിലേക്ക് എത്തിച്ച് അതോടുകൂടി തന്നെ എല്ലാവരും ഭൂവുടമകളായി. എല്ലാവരും എന്നല്ല, നല്ലൊരു പങ്കും ഭൂവുടമകളായി. അതൊരു വ്യതിയാനാണ്, മനസ്സിലായ? അതോടൊപ്പം വിദ്യാഭ്യാസം രംഗത്ത്, ആരോഗ്യ രംഗത്ത്, ഇപ്പോൾ അതിന്റെ കുറവ് നികത്താൻ പിന്നെ സാക്ഷരതാ രംഗത്തേക്ക് വന്ന് ജനകീയ ആസൂത്രണത്തിലെ ഗ്രാമീണ, ഞാൻ നാളെ ഇങ്ങനെ ഞങ്ങള് പിന്നെ പനമരത്തുനിന്ന് പിണങ്ങോടെത്തണം. പനമരത്തുനിന്ന് അതും ഗ്രാമങ്ങളിലൂടെ ഏറ്റവും വെളിക്കുന്ന ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വലിയ സന്തോഷം. ഗ്രാമീണ റോഡുകളൊക്കെ ഇന്ന് പട്ടണ സദൃശമായ റോഡുകളായി മാറുക. 25 കൊല്ലം മുന്നുള്ള ജനകീയ ആസൂത്രണം അതിൻ്റെ ഒരു വിത്തിട്ടിട്ടുണ്ട്. എന്നാൽ ജനകീയ ആസൂത്രണം മാത്രമാണെന്ന് പറഞ്ഞുകൂടാ. ഞാൻ ഭംഗീന്തരാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും മറ്റേതും അങ്ങനെ കുറെ പിന്നെ ആചാര്യന്മാരുടേതില്ല എന്ന് പറയും. പക്ഷെ ഒരു ഗ്രാമത്തിൽ നല്ലത് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണം ഞാൻ വേറൊരു കഥയാണ് പറഞ്ഞത്. നല്ല ഇപ്പൊ ചൂർമല നിങ്ങളെയൊക്കെ നല്ല ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നാട് നന്നാവില്ല. നല്ലോണം പുസ്തകം വായിച്ച് വളരെ വിജ്ഞാനികളായിട്ടുള്ളവരുണ്ട്, ആളുകളുണ്ട്. എല്ലാം A to Z വിജ്ഞാനുണ്ട്. പക്ഷേ അതുകൊണ്ട് നാട് നന്നാവില്ല. ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന രൂപത്തില്, രംഗത്തിറക്കുന്ന രൂപത്തില് ഇന്നിപ്പോ രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്താൻ കഴിയില്ല. ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളത് വേറെ വശം. രാഷ്ട്രീയ പാർട്ടികളെ മാറ്റി നിർത്താൻ കഴിയില്ല നാടിന്റെ വികസനത്തിലും ഇതിലൊക്കെ വന്ന്. ഇനി ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗ് നേതാവ് യാഹ്യ ഖാൻ എന്താണ് പറയാനുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. ശ്രീനാരായണ ഗുരുദേവൻ മുതൽ അയ്യങ്കാളിയും ചാവറച്ചനും വക്കം മൗലവിയും ഒക്കെ ഉൾപ്പെടെയുള്ള വലിയൊരു ടീമിൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സാംസ്കാരിക തലമാണ് കേരളത്തിലുള്ളത്. എങ്കിലോ അവരുടെ സ്വത്വ ബോധത്തിൽ വളരെ ഉത്കണ്ഠയോട് കൂടിയിട്ട് അവരുടെ സ്വത്വത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ കാണുന്ന ആളുകളുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ സ്വത്വ പ്രശ്നങ്ങൾ ഇല്ലാത്ത പക്ഷം ഒരിക്കലും കേരളത്തിൽ ഒരു പുതിയ വർഗീയ കലാപമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും കേരളത്തിൽ എന്നും അവനാൻ്റെ കാര്യങ്ങൾ, അവനാൻ്റെ സമുദായത്തോട് വലിയ കൂറ് കാണിക്കും ആളുകൾ. പക്ഷെ അത് വർഗീയതയല്ല, സാമുദായികത എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം. കേരളത്തിൽ നായർ നായരും, ഈഴവൻ ഈഴവനും, മുസ്ലിം മുസ്ലിമും, ക്രിസ്ത്യാനിയായിട്ട് തന്നെ തുടരും. പക്ഷേ ഒരു പൊതു വിഷയം വരുമ്പോൾ അവരൊക്കെ ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ കാണുക. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മാറാടോ അല്ലെങ്കിൽ ഒരു പിന്നെ പൂന്തറയോ ഒന്നും നമ്മൾ എടുത്ത് കാണിക്കേണ്ടതില്ല. അതിനേക്കാളും വലിയ കലാപങ്ങൾ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ് കേരളം. മത സംഘർഷത്തേക്കാൾ ഏറെ രാഷ്ട്രീയ സംഘർഷമുള്ള സ്ഥലമാണ്. പക്ഷേ പൊതുവിഷയങ്ങളിൽ മലയാളി, കേരളീയൻ എന്നുള്ള നിലക്ക് ഒരുമിക്കാൻ കഴിയുന്ന ഇടം എപ്പോഴും ഇവിടെ ബാക്കിയുണ്ട്. മറ്റൊരു കാര്യം, ഉയർന്ന വിദ്യാഭ്യാസവും മറ്റുള്ള ഉയർന്ന ചിന്തയും ഒക്കെയുള്ള ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അവനാൻ്റെ അവകാശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതിനപ്പുറം മറ്റുള്ളവരിത് കവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാത്ത ഒരു വിഭാഗമാണ് കേരളീയർ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ നേതാവുമായിരുന്ന CH മുഹമ്മദ് കോയ സാഹിബ് NSSൻ്റെ സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി അധികാരമേറ്റെങ്കിലും ഞാൻ മറ്റൊരു സമുദായത്തിൻ്റെ ഒരു മുടിനാരിഴ അവകാശം ഞാൻ കവരുകയില്ല. എൻ്റെ സമുദായത്തിൻ്റെ ഒരു മുടിനാരിഴ ഞാൻ ആർക്കും വകവെച്ച് തരികയുമില്ല എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റാണ് പൊതുവെ കേരളത്തിലെ എല്ലാ സാമുദായിക നേതാക്കൾക്കും ഉള്ളത്. അന്യൻ്റെത് കവരാത്ത കാലത്തോളം കേരളത്തിൽ ഇനിയൊരു കലാപത്തിന് യാതൊരു സാധ്യതയും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയുടെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തിയ മുസ്ലിം ലീഗിനും കൃത്യമായിട്ടൊരു പങ്കതിൽ പറയാൻ കഴിയും. കാരണം മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസം ഇല്ലായ്മയും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മതബോധം, തീവ്ര മതബോധവും നമുക്ക്
മലബാർ മാനുവൽ എടുത്ത് വായിക്കുമ്പോൾ വില്യം ലോഗൻ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഹാലിളകുക എന്നൊരു പദം. അദ്ദേഹം എന്താണ് ഹാലിളകുക എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അമിത മതബോധം വരുമ്പോൾ, മതത്തിന് വേണ്ടി ഈ ഈ മരിച്ചാൽ സ്വർഗം കിട്ടും എന്നൊരു ബോധം വരുമ്പോൾ, പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കേരളത്തിൽ പോലും അത്തരം വിവരങ്ങൾ വില്യം ലോഗൻ കൃത്യമായിട്ട് മലബാർ മാനുവലിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു തീവ്രമായ ഒരു ആവേശം, എന്തോ ആവേശിച്ചതുപോലെ മറ്റ് ക്ഷേത്രങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള മനകളിലേക്കൊക്കെ കടന്നു ചെന്ന് അവിടെ ആകമാന നാശങ്ങൾ ഉണ്ടാക്കി സ്വയം മരണത്തെ വരിക്കുന്ന ഒരുതരം മാനസികാവസ്ഥ അന്നത്തെ മുസ്ലിം ചെറുപ്പക്കാർക്കുണ്ടായിരുന്നു. അതിനെയാണ് ഹാലിളകുക എന്ന് പിന്നീട് നമ്മൾ പറയുന്നത്. പലരും ഹാലിളകുക എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് നമ്മൾ അറിയാതെയാണ് അത് പറയാറ്. പക്ഷെ ഇങ്ങനെയാണ് അത് വില്യം ലോഗൻ മലബാർ മാനുവലിൽ വിവരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു ബോധത്തിൽ നിന്ന്, ഒരു തീവ്ര മതബോധത്തിന്റെ ഇതിൽ നിന്ന്, വിദ്യാഭ്യാസമില്ലായ്മയും സാമൂഹ്യ ബോധമില്ലായ്മയുടെയും ആ കാലഘട്ടത്തിൽ നിന്ന് ഒരു സമൂഹത്തെ പതുക്കെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നു. അത് കേരളീയ പൊതുസമൂഹത്തിൽ ഒരു വലിയൊരു സമാധാനം സൃഷ്ടിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിന്, അത് മലയാളത്തിലെ സമൂഹം, മലയാളത്തിലെ മനുഷ്യർ ഈ മണ്ണും കടപ്പെട്ടിരിക്കുന്നു. അവരോട് നന്ദി പറഞ്ഞേ പറ്റൂ. അവർക്ക് എത്രമാത്രം സാമുദായിക സ്വാർത്ഥത ആ കാര്യത്തിൽ ഉണ്ടെങ്കിലും അതുപോലെ കൃത്യമായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരെ പിന്തുണയ്ക്കുന്ന സമൂഹങ്ങളെ അവരുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ട്, നിങ്ങൾ മുസ്ലിം ലീഗിനെ പോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു നമ്മുടെ മണ്ണ്. എല്ലാവരും ഒരുപോലെ നന്നാകുകയാണെങ്കിൽ, സാമ്പത്തികമായിട്ടും എല്ലാ അർത്ഥത്തിലും അഭിവൃദ്ധി പ്രാപിക്കുകയാണെങ്കിൽ നാട് എത്ര സുന്ദരമാകുമായിരുന്നു. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.